ഇതിനിടയിൽ വളരെ കൗതുകകരമായ എന്നാൽ വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. BJP തെരഞ്ഞെടുപ്പിന് നടത്തിയ പ്രചരണത്തിൽ കാശ് അടിച്ചു മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാശ് ചെറുതായിട്ടൊന്നുമല്ല അടിച്ചു മാറ്റിയത്. നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, തിരുവനന്തപുരത്ത് ഒരു BJP നേതാവിന് സ്വന്തമായിട്ട് കാറൊക്കെ ഉണ്ട്. അപ്പോൾ പ്രചരണത്തിന് വേണ്ടിയിട്ട് ആ കാർ ടാക്സി ആയിട്ട് ഓടി. ഇപ്പോൾ ബില്ല് എഴുതിയപ്പോൾ അതിനകത്ത് ഒരു ദിവസത്തെ ബില്ലിൽ ഒരു ദിവസം 27 മണിക്കൂറാണ് ആ കാർ ഓടിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഒരു ദിവസം 27 മണിക്കൂറോ? 27 മണിക്കൂർ കാർ ഓടിയതിന് ഫണ്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട് BJPയിൽ പ്രചരണം നടത്തിയ ആളുകൾ. തിരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദത്തിൽ BJPയിൽ ആഭ്യന്തര അന്വേഷണം. ക്രമക്കേട് കണ്ടെത്താൻ മണ്ഡലം അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കാണ് നീക്കം. സംസ്ഥാന അധ്യക്ഷൻ മറ്റന്നാൾ കേരളത്തിലെത്തും. പാർട്ടിക്കുള്ളിൽ നിന്ന് വിവരങ്ങൾ പുറത്തുപോയതിലും നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. അടിച്ചുമാറ്റിയ വിവരം പുറത്തറിഞ്ഞതാണ് നാണക്കേട്. അതേസമയം 3.25 ലക്ഷം രൂപയ്ക്ക് കൊടി വാങ്ങി എന്ന വ്യാജ ബില്ലിൽ പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുത്തിട്ടില്ല. ധ്വജമെടുത്തിട്ടും ധ്വജപ്രണാമം നടത്തുന്നവർക്ക് വലിയ പരാതിയൊന്നുമില്ല കേട്ടോ. MG പ്രതീഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MG പ്രതീഷ്, കൊടി വാങ്ങാൻ പോലും പൈസ അടിച്ചു മാറ്റി എന്നുള്ളതാണ് വ്യാജ ബില്ലുണ്ടാക്കുക, ടാക്സി ഓടിയതിന് വ്യാജ ബില്ലുണ്ടാക്കുക, ഒരു ദിവസം 24 മണിക്കൂർ എന്നുള്ളത് മാറ്റി 27 മണിക്കൂറാക്കുക, അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് തട്ടിച്ചെടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പല നേതാക്കൾക്കും പ്രാദേശികമായ മുതൽ മുതിർന്ന ചില നേതാക്കൾക്ക് വരെ ഇതിൽ പങ്കുണ്ടെന്നൊക്കെയാണ് അങ്ങാടിയിൽ പറയപ്പെടുന്നത്. പക്ഷേ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു ആഭ്യന്തര അന്വേഷണത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാമെന്നാണോ BJP കരുതുന്നത്? അരുൺകുമാർ, നിയമസഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഉയർന്നു വന്ന ഫണ്ട് വിവാദം BJPക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതുവരെയും ഈ വലിയ ആരോപണങ്ങൾ, പ്രചരണങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുമ്പോഴും സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. മൗനം ഇപ്പോഴും തുടരുകയാണ്. ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുപോയത് എന്നതാണ് സംസ്ഥാന നേതൃത്വം അനൌദ്യോഗികമായി തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്രമക്കേടുകളിലും ഒപ്പം വിവരങ്ങൾ പുറത്തു പോകുന്നതിലും ആഭ്യന്തര അന്വേഷണം നടത്താനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഇല്ല. അദ്ദേഹം കേരളത്തിന് പുറത്താണ്. ഇന്ന് മറ്റന്നാൾ അദ്ദേഹം കേരളത്തിലെത്തും. അതിനുശേഷം നിർണായകമായ യോഗങ്ങളും കൂടിക്കാഴ്ചകളും ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം മണ്ഡലം അടിസ്ഥാനത്തിൽ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരിശോധന നടത്താൻ, ഓഡിറ്റ് നടത്താനാണ് ഇപ്പോൾ BJP തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ജില്ലാതലത്തിലും മണ്ഡലം അടിസ്ഥാനത്തിലും ഒപ്പം ദേശീയ തലത്തിലും ഒക്കെ തന്നെ ഓഡിറ്റ് നടത്തി എന്നുള്ള വാദമാണ് BJP പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത്തരത്തിൽ ഓഡിറ്റ് നടത്തുമ്പോഴും കോടികളുടെ ക്രമക്കേടുകൾ നടന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അത് കൊടി വാങ്ങിയത് മുതൽ പ്ലക്കാർഡ് മുതലുള്ള ക്രമക്കേടുകളാണ് പ്രധാനമായും പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും ഈ വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി കൊടി വാങ്ങി, മറ്റൊന്ന് ഈ പ്രധാനമന്ത്രിയുടെ പ്ലക്കാർഡുകൾ വാങ്ങിയതിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. വാഹനങ്ങൾ കരാറെടുത്തതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ കരാറുകാരിൽ നിന്ന് ലക്ഷങ്ങൾ കമ്മീഷൻ കൈപ്പറ്റി എന്നതടക്കമുള്ള പരാതികൾ, ആരോപണങ്ങളൊക്കെ തന്നെ സജീവമായി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു ആഭ്യന്തര അന്വേഷണം നടത്താൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല നേരത്തെ ഈ വ്യാജ ലെറ്റർ പാഡ് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടി സ്വീകരിക്കുമെന്ന് BJP സംസ്ഥാന നേതൃത്വം പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ ആ ഒരു പരാതിയുമായി BJP മുന്നോട്ട് പോയിട്ടില്ല. അത്തരത്തിലൊരു പരാതി നൽകിയാൽ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ഉള്ളതുകൊണ്ടാണോ എന്നും അറിയില്ല. കാരണം പരാതി നൽകുമെന്ന് പറഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞിട്ടും പരാതി നൽകിയിട്ടില്ല. ഒപ്പം ഒരു കടക്കാരന്റെ പേരിൽ, ഒരു കടയുടെ പേരിൽ വ്യാജ ബില്ലുണ്ടാക്കിയതിന് ആ കടക്കാരൻ പോലീസിന് പരാതി നൽകിയിട്ട് പോലീസ് പോലും കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അല്ലേ? പ്രചരണത്തിന് വേണ്ടിയിട്ട് ചില സംഘങ്ങൾ ഇറങ്ങുന്നു. ആ പ്രചരണത്തിന്റെ മറവിൽ അവർ കോടികൾ അടിച്ചു മാറ്റുന്നു എന്നുള്ളതാണ്. കൊടിയെപ്പോലും വെറുതെ വിട്ടില്ല. കൊടിയുടെ പേരിൽ പോലും പൈസ അടിച്ചു മാറ്റിയെന്നാണ്. 3.25 ലക്ഷം രൂപയാണ് കൊടിയുടെ പേരിലുള്ള വ്യാജ ബില്ല് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്.